ഇരുമുടിക്കെട്ടുമായി വിമാനത്തിലാണ് ബഹ്റൈനിൽ നിന്നുള്ള സംഘം ശബരിമലയിലെത്തിയത്. സംഘത്തിലെ 10 പേരും വർഷങ്ങളായി ബഹ്റൈനിൽ സ്ഥിര താമസക്കാർ. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ളവർ സംഘത്തിലുണ്ട്. എല്ലാ വർഷവും നാട്ടിൽ വന്ന് കെട്ട് നിറച്ചാണ് ശബരിമലയിലേക്ക് എത്താറുള്ളത്. ഇത്തവണ നേരെ ബഹ്റൈൻ ടു കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. എൻ്റെ കുട്ടിക്കാലം മുതലേ ശബരിമലയ്ക്ക് പോവാണ്. അപ്പോൾ ഞാൻ ബഹ്റൈനിൽ 2005 എത്തിയതാണ്. അപ്പോൾ എല്ലാ കൊല്ലം 2005 മുതൽ ഞാൻ നാട്ടിലൊന്ന് കെട്ടിറച്ച് പോകാറുണ്ട്. അപ്പോൾ ഈ കൊല്ലം ഇങ്ങനെ ഒരു ആശയം വരാൻ കാരണം നമ്മൾ ബഹ്റൈനിലെ അയ്യപ്പ വിളക്കേറ്റ് നടത്താറുണ്ട്. അവിടെ ബഹ്റൈനിലെ മനമ ക്ഷേത്രം അവിടുത്തെ ഗവൺമെൻറ് പെർമിഷൻ തന്നൊരു അമ്പലമാണ്. അപ്പോൾ ഈ കൊല്ലം അവിടെ വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് മീൻസ് ഞങ്ങൾക്ക് കേരള ഫ്ലോക്കുലർ പ്രോഗ്രാം പണ്ടാണ് അതിൻ്റെ അപ്രൂവൽ കിട്ടിയത്. അപ്പോൾ നമ്മുടെ പരിമിതിക്ക് ഇരുന്ന് അവിടെ ഗംഭീരമായിട്ട് നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്ന് മച്ചാട് തങ്കരാജ് ഗ്രൂപ്പ് അവരാണ് വന്നിരുന്നത്. അവർ വിളക്ക് നല്ല ഗംഭീരം നടത്തും. ഇന്ത്യ ഗവൺമെന്റ് ഇത്തവണ വിമാനത്തിൽ ഇരുമുടിക്കെട്ട് അനുവദിച്ച് അറിയിപ്പ് നൽകിയിരുന്നു. ഇതാണ് വിമാനത്തിലെത്താൻ സഹായകരമായത്. ബഹ്റൈനിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ഇരുമുടി വന്നിട്ട് നമ്മൾ ചെക്ക് ഇൻ ബാഗേജിലിട്ട് അത് അലൗഡാണ്. കാരണം നമ്മൾ ഹാൻഡ് ബാഗേജിലല്ല ചെക്ക് ഇൻ ബാഗേജിലിട്ടു. അതേ സമയത്ത് ഈ കൊല്ലം ആദ്യമായിട്ട് ശബരിമല ഇതിന് ഈ ഹിസ്റ്ററിനെ പറയുന്നത് ഈ മണ്ഡലകാല ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. കെട്ട് അലോ ചെയ്യണം പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അതെല്ലാ ഭക്തന്മാരും അറിയേണ്ടതാണ്. ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് നെയ്ത്തങ്ങയും ഇരുമുടിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഫ്ലൈറ്റിൽ കൊണ്ടുവരാം. അപ്പോൾ നാളിനെ കൊണ്ടുപോകാൻ ഒരു ഇതുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ ഇത് വളരെ സുഗമമായി. ബഹ്റൈനിൽ അയ്യപ്പൻ വിളക്ക് ഉൾപ്പെടെയുള്ള ഗംഭീര പരിപാടികൾ നടത്തിയതിനു ശേഷമാണ് സംഘം ശബരിമലയിലേക്ക് തിരിച്ചത്. ബഹ്റൈൻ എയർപോർട്ടിലും കൊച്ചി എയർപോർട്ടിലും ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വന്നില്ല. We are supposed to carry in the hand, that's correct, but according to the rules, we are supposed to keep it in the check-in luggage. But we did not have any problem in the airport, here as well as in Bahrain. It was safely arrived without any problem. അയ്യപ്പൻ വഴി നടത്തി, അതാണ് കാരണം. അത്ര നേരം നമുക്ക് തേങ്ങ കൊണ്ടുവരാൻ പാടില്ലെന്നിരുന്നത്, ആ സമയത്ത് അതെല്ലാം പോയി. സെക്യൂരിറ്റി റീസൺസ് ഒന്നും നമ്മൾ ബാധിച്ചിട്ടില്ല. എവറിത്തിങ് വാസ് ഓക്കെ. ഇരുമുടിയുമായി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റ് യാത്രക്കാർക്കും കൗതുകമായെന്ന് സംഘാംഗങ്ങൾ പറയുന്നു. എല്ലാവരും ടീഷർട്ട് ഇട്ടിട്ട് അതിൽ വെച്ചിട്ട് വന്നത്. അപ്പോൾ കുറേ പേര് ഇങ്ങോട്ട് വന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുമാതിരി കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ കെട്ടുവെച്ചിട്ട് തന്നെയാണ് പുറത്ത് വന്നത് എയർപോർട്ടിൽ നിന്ന്. അപ്പോഴും അവിടെ എല്ലാവരും നല്ലൊരു കോപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അയ്യപ്പ ദർശനം കഴിഞ്ഞ് സംഘം കൊച്ചിയിൽ നിന്നും ബഹ്റൈനിലേക്ക് മടങ്ങി. അടുത്ത വർഷം കൂടുതൽ സ്വാമിമാർ ഇതുപോലെ എത്തുമെന്നും ബഹ്റൈൻ അയ്യപ്പന്മാർ പറയുന്നു. റിപ്പോർട്ടർ അർജുൻ ഗല്യാഡ്, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.